15ാമത്തെ ചോദ്യം നോക്കി. ഏതാ ആൻസർ വരിക? ഡ്രെയിനേജ് ഇല്ലാത്തതാണ് കേട്ടോ, നോ ഡ്രെയിനേജ്. അതുപോലെ പുരുഷനോടൊപ്പം സ്ത്രീകളെയും അടക്കം ചെയ്ത് തെളിവ് ലഭിച്ച ലോകത്തിലാണ് കേട്ടോ പുരുഷനോടൊപ്പം സ്ത്രീയും. അതുപോലെ തന്നെ മനുഷ്യരോടൊപ്പം നായയാണെങ്കിൽ അത് രൂപാരം. പുരുഷനോടൊപ്പം സ്ത്രീ ആണെങ്കിൽ ലോത്തൽ, മനുഷ്യരോടൊപ്പം നായയാണെങ്കിൽ രൂപാരം. എന്നും കൂടി മാറിപ്പോണ്ട. ഇതെന്താ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാ അല്ലെ? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. 16ാമത്തെ ചോദ്യം നോക്കിയേ. ഒട്ടക ഫോസില്, അതുപോലെ എല്ലാ വീടുകളും കിണറ്, പിന്നെന്താണ് ഉഴവുചാല്, ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതൊക്കെ ചോദിക്കുകയാണെങ്കിൽ കാലിബംഗാനാണ്. നിങ്ങൾ ഓർത്തു വെക്കുക. മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. ഓപ്ഷൻ ഏതാ വരിക മക്കളെ? ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ സ്ട്രക്കായോ? ഒന്നാമത്തെ ഏതാ വരിക? ജോൺ മാർഷൽ. എന്താണ് ഒന്നാമത്തെ? ഓപ്ഷൻ സി ആണോ വരിക? അതെ അല്ലെ, ഓപ്ഷൻ സി ആണ് വരിക. എങ്ങനെയാണ്? ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ എന്താണ്? 3 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് 2, 4? കപ്പൽ കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രം. കപ്പൽശാല വരും ട്ടോ. കപ്പൽശാല ലോത്തലാണെന്ന് പറയുന്നു. ആണോ? കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ എന്ന് നമ്മൾ അപ്പോഴേ പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ സിന്ധു നദി സംസ്കാരത്തിന്റെ ഭാഗമായ പ്രധാന തുറമുഖമാണ് ലോത്തൽ. പണ്ടകശാലയും വ്യാപാരികളുടെ ഭവനങ്ങളും കണ്ടെത്തിയത് എവിടെയാണ്? ലോത്തൽ എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ആൻസർ ഓപ്ഷൻ എ ലോത്തൽ. പെട്ടെന്ന് ആൻസർ ചെയ്ത്. ഇതാണ് ശരി. കപ്പൽ പൊളിക്കൽ കേന്ദ്രം അലാങ് ആണ്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതാണ് ഡോക്ക് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണല്ലേ? എന്താണ് ഈജിപ്ഷ്യൻ? ഈജിപ്തിലെ എല്ലാം ആൻസറും ശരിയാണല്ലേ? ഓപ്ഷൻ ഏതാ പറയാ? ഓപ്ഷൻ എ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? നെയിലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ആണ്. എന്താണ്? ഈജിപ്തിനെ നെയിലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. എന്താണ്? തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതാണ് ബദേറിയൻ സംസ്കാരം. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്ന ഫറവോ എന്നാണ് അല്ലെ? ഫറവോ എന്ന വാക്കിന്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ അല്ലെ? അവരുടെ ശവകുടീരം അറിയപ്പെടുന്നതാണ് പിരമിഡ് എന്നാണ്. ഈ പിരമിഡിന് എന്താണ്? ഈ മൃതദേഹം സൂക്ഷിക്കുന്ന മമ്മി എന്ന് പറയുക. മമ്മീനെ പറയുന്നതാണ് ഏറ്റവും വലിയ ശവകുടീരമാണ്. എന്താണ്? മമ്മികൾ സൂക്ഷിക്കുന്ന വലിയ ശവകുടീരങ്ങളാണ് എന്ത്? പിരമിഡ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏറ്റവും വലിയ പിരമിഡാണ് ഈജിപ്തിലെ ഗിസയിലെ പിരമിഡ്. ആരായിരുന്നു? കുഫു രാജാവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പ്രധാന സംഭാവന ഏതൊക്കെയാ മക്കളെ? സൗര പഞ്ചാംഗമുണ്ട്, സൂര്യ ഘടികാരമുണ്ട്,
പിന്നെ എന്താണ് ജലഘടികാരം തുടങ്ങിയവ ഈജിപ്ഷ്യൻകാരുടെ പ്രധാന സംഭാവനയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. നെയ്ത്ത് നിർമ്മാണത്തിനും സ്ഫടികപാത്ര നിർമ്മാണത്തിനും പ്രശസ്തമായ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിൽ സൂര്യനെ അടിസ്ഥാനമാക്കി കലണ്ടർ തയ്യാറാക്കിയതും ഈജിപ്ഷ്യൻകാരാണെങ്കിൽ ഒരു വർഷത്തെ 365 ദിവസങ്ങൾ കണക്കാക്കിയതും ഈജിപ്ഷ്യൻകാരനാണെന്ന് കൂടി മനസ്സിലാക്കി. അതായത് 30 ദിവസമുള്ള 12 മാസങ്ങൾ. ക്ലിയറാണോ? ക്ലിയറാണോ? അതുപോലെ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയപ്പെട്ടിരുന്ന ആൾക്കാരും കൂടി ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്ത് വിദ്യയാണ് എന്താണ് പറഞ്ഞേ, എന്താണ് ഹൈറോഗ്ലിഫിക് ആണെങ്കിൽ ഹൈറോഗ്ലിഫിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത്, ചിഹ്നവും അക്ഷരം കൂട്ടിച്ചേർത്ത ലിപിയാണ് എന്ത്? ഹൈറോഗ്ലിഫിക് എന്നും കൂടി ഓർത്തു വെക്കുക. എന്താണ് മിസ്സേ ഒറ്റ ശ്വാസത്തിൽ എല്ലാം വിഴുങ്ങുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഇതൊക്കെ നമ്മൾ എത്ര വർഷം പഠിച്ചു കഴിഞ്ഞു? ആണാ? എങ്ങനെയാ ഈ ഹൈറോഗ്ലിഫിക് ലിപി? വലത്തു നിന്ന് ഇടത്തോട്ടൊക്കെ കേട്ടോ, വലത്തു നിന്ന് ഇടത്തോട്ടൊക്കെയാണെങ്കിൽ കൂടി ഇടത്തോട്ടാണ് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഓക്കെ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് പ്രധാനപ്പെട്ടത് എന്ന കൃഷിയാണ് കേട്ടോ. ഈജിപ്ത് സംസ്കാരം പ്രധാനപ്പെട്ടത് കൃഷിയാണെന്ന് കൂടി മനസ്സിലാക്കുക. അതുപോലെ നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ട് സമയം കണക്കാക്കിയത് അവരാണ്. പിന്നെ ജലപ്രവാഹത്തിൽ അടിസ്ഥാന സമയം നിർമ്മിച്ചത് ഘടികാരം നിർമ്മിച്ചു. പിന്നെന്തായിരുന്നു പ്രത്യേകത? അവര് എന്താണ് ശരീരം എന്താണ്? സ്ഫിങ്സ് എന്ന മനുഷ്യന്റെ ശിരസും സിംഹത്തിന്റെ ഉടലുമുള്ള ഈ മനുഷ്യരൂപമാണ് എന്ത്? സ്ഫിങ്സ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏതാണ് ആൻസർ വരിക? എല്ലാം ശരിയാണോ? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഹാരപ്പൻ ലിപിയിൽ എഴുതിയ ഒരു ചൂണ്ട പലക കണ്ടെത്തിയ സൈൻ ബോർഡ് കേന്ദ്രം ഏതാണ്? ഞാൻ SCERT കയറ്റിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നത്. നിങ്ങൾക്ക് തരാൻ വേണ്ടിയല്ല മക്കളെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എന്താണ് ഓപ്ഷൻ? ഏതാണ്? ധോളവീര എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രം ഏതാണ്? ധോളവീര അല്ലെ, ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധുയുടെ സംസ്കാര കേന്ദ്രമാണ് ധോളവീര എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഏകീകൃത ജലസേചന സൗകര്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് ധോളവീര കേട്ടോ. മോഹൻജദാരോയിലെ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? RD ബാനർജി. ആരാണ്? RD ബാനർജി. താഴെ തന്നിരിക്കുന്ന ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്താണ്? ഓപ്ഷൻ സി സിന്ധു നദിയുടെ സംസ്കാരം. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ്? ഏതാണ് കമ്മീഷൻ? നോക്കിയേ, സിമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്, അതും ടെൻഷൻ ആവണ്ട. പക്ഷെ എന്താണ്? ഒന്ന് അലേർട്ടായിരിക്കുക. ഒഡീസിയിലെ കട്ടക് ജില്ലയിലാണ് ജനിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ്? മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ. ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ? അല്ല എന്ന് നിങ്ങൾ പറയുന്നു. ആണോ? ആണോ? ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സുഭാഷ് ചന്ദ്രബോസ് എപ്പോഴാണ് ജനിച്ചത്? 1897 ജനിച്ചത്. ജനുവരി 23 കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്? ഫോർവേഡ് ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടിയാണ്. എന്താണ് ഫോർവേഡ് ബ്ലോക്ക്? ഏത് വർഷമാണ്? 1939 മെയ് മാസം 3-ാം തീയതിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? നോക്കിയേ,
സുഭാഷ് ചന്ദ്രബോസിനെ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരാ വിശേഷിപ്പിച്ചത്? പറഞ്ഞേ, ആരായിരുന്നു? ഗാന്ധിജിയാണ്. ദേശനായകൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ദെൻ സുഭാഷ് ചന്ദ്രബോസ് എന്താണ് കൽക്കത്ത മേയറായ വർഷം ചോദിച്ചു 1930-31 സമയത്താണ്. പിന്നെ ആദ്യമായി INC പ്രസിഡന്റ് ആയ 38 ഹരിപുര സമ്മേളനത്തിലാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടത് 39 ത്രിപുരി സമ്മേളനം. പട്ടാഭി സീതാറാമയെ ഗാന്ധി നിർത്തി ഓപ്പോസിറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെ തോൽപ്പിച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് തെരഞ്ഞെടുക്കപ്പെട്ടതും കൂടി മനസ്സിലാക്കി വെക്കുക. രഹസ്യ പേര് എന്തൊക്കെയാണ്? സിയാബുദ്ദീൻ എന്നും ഒർലാൻഡോ മൊസേട്ട എന്നും കൂടി ഓർത്തു വെക്കുക. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരിച്ച രാജ്യങ്ങൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്? INAയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റ് മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്നും കൂടി ഓർത്തിരിക്കുക. സുഭാഷ് ചന്ദ്രബോസ് പ്രശസ്ത രചനകളാണ്. എന്താണ്? ലെറ്റേഴ്സ് ടു എമിലി ശങ്കർ, അല്ലെ, ദ ഇന്ത്യൻ സ്ട്രഗിൾ. പൂർത്തിയാക്കാത്താണ് ദ ഇന്ത്യൻ പിൽഗ്രിമേജ്. ഏതാണ് ആൻസർ വരിക? 1, 2, 3, 4 ശരി. ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തുക. അതുപോലെ വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനൂജ് ദർഡാണ്. ഭഗത് സിംഗ് എന്താ? പെട്ടെന്ന് പറഞ്ഞേ. എയും ബിയും സിയും ശരി എന്നാണ് പറയുന്നതാണോ? അല്ലല്ലോ. ഭഗത് സിംഗ് സ്മാരകം എവിടെയാണ്? പഞ്ചാബിലാണോ? അല്ല, ലാഹോറിലാണ്. അല്ലെ, ഏതാണ്? ലാഹോറിലാണ്. തെറ്റിച്ചോ? ലാഹോറിലാണ്. അപ്പൊ ഓപ്ഷൻ ഡി മാത്രമാണ് തെറ്റ്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നോക്കിയേ. എന്തായാലും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും ഒന്നുണ്ടാവും. എന്താണ് PSC സിലബസ് തന്നെ അതുമാത്രം ആ ചോദിക്കുന്ന കൂടി മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ബി ആണ് തെറ്റല്ലേ? എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഏതാണ്? ദ ഇന്ത്യൻ പിൽഗ്രിമേജ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെയാണ്? ഇന്ദിരാഗാന്ധി ആണോ? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ബി മാത്രമാണ് തെറ്റ് കേട്ടോ. ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റ്. ഇരുപത്തി ഏഴാമത്തെ പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ഏതാ വരിക? SCERT ആണ്. രണ്ടാമത്തെ ഗോദൻ പ്രേംചന്ദ്, നിബന്ധനമാല വിഷ്ണു, ബാബുജി വള്ളത്തോൾ. ഓപ്ഷൻ ഏതാ വരിക? ഇതാണോ? ഗോര. അതുപോലെ ഗീതാഞ്ജലി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഏത് ഭാഷയാണ് ഗോര? ബംഗാളി ഭാഷയാണ് കേട്ടോ. ബംഗാളി ഭാഷയാണ്. ദെൻ എന്താണ്? ഗോദൻ, അല്ലെ, സേവാദൻ, ഗോദൻ, പ്രേമാശ്രമം, രംഗഭൂമിയൊക്കെ എന്താണ്? പ്രേംചന്ദ് ആണ്. ഹിന്ദി ഭാഷയാണ്. ഇതാണോ? പിന്നെന്താണ്? നിബന്ധനമാല, അല്ലെ, നിബന്ധനമാല വിഷ്ണു കൃഷ്ണയാണ്. മറാത്തി ഭാഷയാണ്. മറാത്തി ഭാഷയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്? കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, പാഞ്ചാലി ശബദം എല്ലാം സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴ് ഭാഷയാണ്. ദെൻ എന്റെ ഗുരുനാഥൻ ബാബുജി, ഇന്ത്യയുടെ കരച്ചിലൊക്കെ മലയാളത്തിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. ഏത് ആൻസർ വരിക? ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. ഇതിൽ ഓപ്ഷൻ ആ കൊച്ചു തന്നിട്ടില്ല, ഞാൻ തന്നെ ഓപ്ഷൻ ഉണ്ടാക്കാം.
ഓഗസ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം. മാർച്ച് ഏതാണ് വരിക? രണ്ടാമത്തെ. വൈക്കം സത്യാഗ്രഹവുമായിട്ടല്ലേ വന്നത്? രണ്ടാമത്തെ. പിന്നെ ഒക്ടോബർ 9 ദക്ഷിണേന്ത്യൻ പര്യടനം. 34 ഹരിജൻ ഫണ്ട് കൗമുദി ടീച്ചർ അടുത്ത് വന്നത്. 37 ഗാന്ധിജി ക്ഷേത്ര പ്രവേശന വിളംബരം. ക്ലിയർ ആണോ? ശരിയാണോ? അടുത്ത പെട്ടെന്ന് ആൻസർ ചെയ്തേ. അല്ലെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച എന്താണ് രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ്? ഏത്? സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം. ക്ലിയറാണോ? ഏതായിരുന്നു ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ ഏതൊക്കെയാ തെറ്റ് വരിക? ഓപ്ഷൻ ഡി മാത്രമല്ലേ തെറ്റ് വരിക? ഓപ്ഷൻ ഡി മാത്രമല്ലേ തെറ്റ് വരിക? അതെ, ബാക്കിയെല്ലാം ശരിയല്ലേ? എന്തൊക്കെയായിരുന്നു ഈ സിവിൽ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച കുറെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു? ഉപ്പ് നികുതി എടുത്തു കളയാൻ പറഞ്ഞു. പിന്നെ കാർഷികർക്ക് അല്ലെ, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെന്താണ്? വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിയൊക്കെ എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ രാഷ്ട്രീയക്കാരെ തടവുകാരെ വിട്ടയക്കാൻ പറഞ്ഞു. പിന്നെന്താണ്? തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കാൻ സമ്പൂർണ്ണ മദ്യ നിരോധനം ഒക്കെ ആവശ്യപ്പെട്ടു. ബി തെറ്റാണെന്നാണ് പറയുന്നത്. പെഷവാറിലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലേ? പിന്നെ സംഭവിച്ചത് പറഞ്ഞേ. സിവിൽ ലംഘന സമരത്തിന്റെ ഫലമായി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു? അതും കൂടെ പഠിച്ചു വെക്കോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കി. പിന്നെന്താണ്? അധികാരം കൈമാറ്റം ചെയ്ത ആവശ്യകത ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായി. ലോകത്തിൽ മുന്നിൽ ബ്രിട്ടീഷുകാരുടെ എന്താണ്? അന്തസ്സിന് കോട്ടം തട്ടിയൊക്കെ പറഞ്ഞ് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് വെസ്റ്റ് അല്ലേ അബുൾ? ഇത് ശരിയാണോ? കിഴക്കൻ പ്രവിശ്യ റാണി ഗൈഡ്ലു ആണോ? പെഷവാർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലേ? ഇതും ശരിയാണല്ലോ. ഇത് മാത്രം തെറ്റ്. വടക്ക് ആരായിരുന്നു? വടക്ക് ആരായിരുന്നു? പറഞ്ഞേ, വടക്ക് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നോ? തെറ്റുണ്ടോ? വടക്ക് വന്നിട്ട് ഒരു മിനിറ്റ്. വടക്ക് അനസൂയാണോ? അനസൂയ? ചെറിയ സംശയം കയറിയല്ലോ. നവറോജി ആയിരുന്നോ അനസൂയ ആയിരുന്നു? വടക്ക് എനിക്ക് നവറോജി എന്നൊരു ഓർമ്മ വരുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ്. വടക്കല്ലേ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ?
കിഴക്ക് ഓക്കെ, ഒറീസ ഓക്കെ, വടക്കാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ട്ടോ. ക്ലിയർ ആയോ? പെഷവാർ അല്ല, ഇത് തെറ്റാണ്. വടക്കാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ട്ടോ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജ് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആര്? പെഷവാർ ആരാണ്? എനിക്ക് ചെറിയ സംശയം കയറി. പെഷവാർ ആരാ നോക്കിയിട്ട് പറയാം. ആരെങ്കിലും നെറ്റിൽ നോക്കുവോ? പഠിച്ചോർമ്മയുണ്ടോ? അതായത് എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ഈ പെഷവാറിലും വടക്ക് പടിഞ്ഞാറിലും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണെന്നാണ് എനിക്കൊരു ഓർമ്മ. അങ്ങനെയല്ലേ? കമന്റ്സ് വന്നിട്ടില്ല, നോക്കിയിട്ട് പറയാട്ടോ. അതായത് കിഴക്ക് ശരിയാണ്, പെഷവാറും ശരിയാണ്, ഒറീസയും ശരിയാണ്, വടക്ക് മാത്രമാണ് തെറ്റ്. അത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കിയിട്ട് പറയാം. ലാലാ ലജ്പത് റായ് എന്താണ് ആൻസർ? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി സാൻഡേഴ്സൺ അല്ല, ഓപ്ഷൻ ബി ആണ് വരിക. അതെ, രണ്ടിലും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നാ പറയാം. അപ്പൊ ശരിയാണ്. 31. മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത സംസ്കാരങ്ങൾ തിരഞ്ഞെടുക്കുക. ഖാൻ തന്നെയാണ്. അപ്പൊ ശരിയാണ് ഞാൻ പറഞ്ഞത്. ഖാൻ തന്നെയാണ് അല്ലെ, രണ്ടിലും ഖാൻ തന്നെയാണ്. എന്താണ് ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം അല്ലെ മെസപ്പൊട്ടോമിയ അല്ലെ? സംസ്കാരത്തിന്റെ മൂശ അല്ലെ, സംസ്കാരത്തിന്റെ കളിത്തട്ടിൽ എന്നറിയപ്പെടുന്നതാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. എന്താണ്? ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിൽ, രണ്ട് നദികൾക്കിടയിൽ സ്ഥലം എന്ന വാക്കർത്ഥം എവിടെയാണ്? ഇറാഖ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഇറാഖ് ആണ് അല്ലെ. ഏത് ലിപിയാണ്? ഏതൊക്കെ ലിപിയാണ്? ക്യൂണിഫോം ലിപിയാണ് അല്ലെ. ക്യൂണിഫോം ലിപിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയനിലാണെന്നും കൂടി ഓർത്തു വെക്കുക. പിന്നെന്താണ് എന്ന വാക്ക്? എന്താ ക്യൂണിഫോം ലിപിയുടെ വാക്ക് എന്താണ്? ക്യൂണസ് നിന്നാണ്, കളിമണ്ണ് കൊണ്ടുള്ള ഫലകത്തിൽ എന്നാണ് അർത്ഥം. ഓപ്ഷൻ ഏതാ വരിക? 1, 2, 3, 4 ശരി. ഓപ്ഷൻ ബി കറക്റ്റ് ആണ് കേട്ടോ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയായ സംഭവം ഏതാണ്? 1922 നടന്ന ചൗരി ചൗര സംഭവം. ഓപ്ഷൻ ബി ആണ്. പിൻതീയതി വെച്ച ചെക്ക്, പോസ്റ്റ് ഡേറ്റ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? എന്തിനായിരുന്നു പറഞ്ഞേ? ക്യാബിനറ്റ് മിഷൻ. ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി രാജ്ഘട്ട് അല്ലെ. ശാന്തിവനം ആരുടെയാണ്? ശാന്തിവനം, ശാന്തിവനം ആരുടെയാ മക്കളെ? ശാന്തിവനം ആരുടെയാണ്? നെഹ്റു അല്ലേ?
നെഹ്റുവാണ് കേട്ടോ. ശാന്തിവനം നെഹ്റുവാണ്. ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധി അല്ലേ? വിജയ്ഘട്ട് വിജയ്ഘട്ട്. കൺഫ്യൂഷൻ വരും, ടെൻഷൻ ആവണ്ട, കിട്ടില്ല. അതിനാണ് ഇപ്പോഴേ ഓരോ ആൻസർ പറയുകയാണ്. അടുത്ത ചോദ്യം, മൊറാർജി ദേശായിയാണ് വിജയ്ഘട്ട് കേട്ടോ, അതോ ലാൽ ബഹദൂർ ശാസ്ത്രിയാണോ? പറഞ്ഞേ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വിജയ്ഘട്ട്. അടുത്ത ചോദ്യം 35. ഏതാണ് ആൻസർ? നോക്കിയേ. ഏതൊക്കെ തെറ്റ് വരിക? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, സോറി 35ാമത്തെ ചോദ്യം നോക്കിയേ. എല്ലാം ശരിയാണോ? ബീഹാറിലെ എവിടെയാണ്? ബീഹാറിലെ ആണോ? ആയിരത്തി 1922 അല്ലെ, ഫെബ്രുവരി 5-ാം തീയതിയാണ് എന്താണ് ചൗരിചൗര സംഭവം അല്ലെ, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. തീ വെച്ചിട്ട് പ്രതിഷേധിച്ച ജനങ്ങൾ, 22 പോലീസുകാർ മരിച്ചു. അതാണ് ചൗരി സംഭവം. ചൗരി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? UP ഗോരഖ്പൂർ ജില്ലയല്ലേ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ബീഹാർ എല്ലാം ശരിയെന്ന്? തെറ്റല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ഏതാണ്? സിയും ബിയും സിയും തെറ്റല്ലേ? ബി തെറ്റാണ്, സി തെറ്റാണ്. ക്ലിയർ ആണോ? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് അനുബന്ധിച്ച് നടന്ന സംഭവങ്ങളിൽ പെടാത്തതേത്? ഈ ചൗരി സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി എന്ത് ചെയ്ത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. 1922 ഫെബ്രുവരി മാസം 11-നാകുന്നു. എന്നിട്ടാണ് ഈ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് യർവാദ ജയിലിലേക്ക് കൊണ്ടിട്ടത് കേട്ടോ. ഏതാ മക്കൾ ആൻസർ വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ. കൈസർ ഈ ഹിന്ദ് പദവി ടാഗോർ ഉപേക്ഷിച്ചു. ഏതാ വരിക? എല്ലാം ശരിയാണോ? എല്ലാം ശരിയാണോ? നോക്കിയേ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ അനുബന്ധിച്ച് നടന്ന സംഭവങ്ങളിൽ പെടാത്തത് ഡി തെറ്റല്ലേ? ടാഗോർ ആണോ? ടാഗോർ എന്ത്? ജാലിയൻവാലാബാഗ് ദുരന്തം ടാഗോർ സർപദവിയാണ് ഉപേക്ഷിച്ചത്. മനസ്സിലാക്കുക, സർപദവിയാണ് ടാഗോർ ഉപേക്ഷിച്ചത്. ഗാന്ധിജിയാണ് എന്ത് സംഭവിച്ചത്? കൈസർ ഈ ഹിന്ദ്. അപ്പൊ ഡി തെറ്റല്ലേ? എങ്ങനെ നിങ്ങൾ എല്ലാം ശരിയെന്ന് പറയും? ഗാന്ധിജിയാണ് ഉപേക്ഷിച്ചത്, ടാഗോർ സർപദവിയാണ്. ഡി ആണ് തെറ്റ്. ഡിയും ബിയും തെറ്റ്. ഡിയും ബിയും തെറ്റാണ്. 37 ഒന്ന് കൺഫ്യൂഷൻ ആക്കിയിട്ടാ നിങ്ങൾ പെടും. താഴെ പറഞ്ഞ റൗലത്ത് ആക്ടുമായി ബന്ധപ്പെട്ടത്, ബന്ധമില്ലാത്തത്. ശ്രദ്ധിച്ചില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തന്നെ പറ്റണ അബദ്ധം. വിചാരണ നടത്തി തടവിലാക്കാം, അതല്ലേ തെറ്റ്? ഓപ്ഷൻ ഡി. ദെൻ 38. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. SCERT ക്വസ്റ്റ്യൻ ആണ്, നന്നായി വായിക്കുക. SCERT +1 ക്വസ്റ്റ്യൻ ആണ്. മുപ്പത്തിയെട്ട്. ഏതാ ആൻസർ വരിക?
ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലോ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി നിസ്സഹകരണ പ്രസ്ഥാനം. എന്താണ്? ഓപ്ഷൻ സി നിസ്സഹകരണ പ്രസ്ഥാനം. എന്താണ്? ഓപ്ഷൻ സി നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പങ്ക് ഉൾപ്പെടാത്തത് എന്ത്? ഏതാണ്? ഉൾപ്പെടാത്തത് എന്താണ്? INA രൂപീകരിച്ചോ? അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത്. INA രൂപീകരിച്ചോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഫോർവേഡ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് മക്കളെ INA രൂപീകരിച്ചത്. അല്ലാതെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് ഏതാ വരിക? ഡേറ്റ് പറഞ്ഞേ. INA ആരാണെന്നോ? രാജ് ബിഹാരി ബോസ് കേട്ടോ. ഏതാ വർഷം? എങ്ങനെയാ വരിക? 40ാമത്തെ ചോദ്യം. കറക്റ്റ് ആയിട്ട് ഓർഡറിൽ വരും അല്ലെ? 1, 2, 3, 4. എങ്ങനെയാ വർഷം കമന്റ് ചെയ്തേ? 19. പിന്നെ അടുത്തത് 2, 1, 4, 3 എന്ന് പറയുന്നു. നോക്കാം. 2, 1, 4, 3 എന്നാണ് പറയുന്നത്. നോക്കിയേ. പത്തൊമ്പത് 20, 1923 വരും. പിന്നെന്താണ്? 1928. ക്ലിയർ ആണോ? അപ്പൊ ഏതാ വരിക? 1, 2, 3, 4 അല്ലേ? 1, 2, 3, 4 ആണോ? എന്താണ്? സൈമൺ കമ്മീഷൻ എപ്പോഴാ വന്നത് ഇന്ത്യയില്? എപ്പോഴാണ് സൈമൺ കമ്മീഷൻ? എന്താണ്? 1927 1927 സൈമൺ കമ്മീഷൻ അല്ലെ? എന്താണ്? സൈമൺ കമ്മീഷനും അംഗങ്ങളും മുംബൈയിൽ എത്തിയതാണ് 1928. ക്ലിയർ ആണോ? 1927 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സൈമൺ കമ്മീഷന്റെ വരവ്. ഇപ്പൊ മനസ്സിലായോ? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് ഔദ്യോഗിക നാമം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സർ ജോർജ് സൈമൺ ആണ്. സർ ജോർജ് സൈമൺ ആണ്. സൈമൺ കമ്മീഷനും അംഗങ്ങളും മുംബൈയിൽ എത്തിയതാണ് 1928 ഫെബ്രുവരി 3. ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയ്? ഇർവിൻ പ്രഭു ആയിരുന്നു അല്ലെ? ഈ സൈമൺ കമ്മീഷന്റെ അംഗീകാരം പിന്നീട് ബ്രിട്ടൻ പ്രധാനമന്ത്രി ആരാണ് പദവി വഹിച്ചിട്ടുള്ളത്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. സൈമൺ കമ്മീഷനും ഇന്ത്യക്കാരും ബഹിഷ്കരണം എന്താണ്? അതിൽ ഇന്ത്യക്കാർ ആരും തന്നെ അംഗമായിട്ടുണ്ടായിരുന്നില്ല. സൈമൺ ഗോ ബാക്ക് അല്ലെ? എന്താണ് സൈമൺ കമ്മീഷന്റെ പ്രമേയം പാസ്സാക്കിയത്? ഏത് സമ്മേളനമാണ്? ഇമ്പോർട്ടന്റ് ആണ്. 1927 മദ്രാസ് സമ്മേളനം. ഏതാണ്? മദ്രാസ് സമ്മേളനം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരായിരുന്നു പ്രസിഡന്റ് ആ സമയത്ത്? MA അൻസാരി ആണ്. MA അൻസാരി.